ബാങ്കുകളെ പോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലും നിരവധി നിക്ഷേപ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഉൾപ്പെടെ നിരവധി നിക്ഷേപ പദ്ധതികൾ പോസ്റ്റ് ഓഫീസ് നിക്ഷേപകർക്ക് നൽകുന്നുണ്ട്. പ്രതിവർഷം 1.5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടീഡ് റിട്ടേണുകളും നികുതി ആനുകൂല്യങ്ങളും പോസ്റ്റ് ഓഫീസ് ഉറപ്പു നൽകുന്നുണ്ട്. പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ഒരു PPF അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. രണ്ടിടത്തും ഒരേ നിയമങ്ങളും ആനുകൂല്യങ്ങളുമാണുള്ളത്. അതിനാൽ ഏറ്റവും സൗകര്യപ്രദമായി ഒന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. പോസ്റ്റ് ഓഫീസ് PPF-ൽ പ്രതിമാസം 8000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ 15, 20, 25 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കും. ദീർഘകാലത്തേക്ക് പണം സമ്പാദിക്കാൻ സഹായിക്കുന്ന ഒരു സേവിംഗ് സ്കീമാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നത്. ഇത് സർക്കാരിന്റെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ വരുമാനം ഉറപ്പു നൽകുന്നതാണ്. കൂടാതെ നികുതി കിഴിവുകളും ലഭ്യമാണ്. ഒരാളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാനുള്ള മികച്ചൊരു ഓപ്ഷനാണ് PPF. ജോലിക്കാർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, പെൻഷൻകാർ എന്നിവരുൾപ്പെടെ ഏതൊരു വ്യക്തിക്കും PPF അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. പ്രായപൂർത്തിയാകാത്തവർക്ക് വേണ്ടി ഒരു രക്ഷിതാവിന് PPF അക്കൗണ്ട് തുടങ്ങാം. ഒരു പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ മാത്രമേ PPF അക്കൗണ്ട് തുറക്കാൻ കഴിയുകയുള്ളൂ. PPF-ലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം 500 രൂപയും പരമാവധി നിക്ഷേപം 1.50 ലക്ഷം രൂപയുമാണ്. പരമാവധി പരിധി 1.5 ലക്ഷം രൂപയുടെ സംയുക്ത നിക്ഷേപങ്ങൾക്ക് ബാധകമാണ്. അക്കൗണ്ട് തുറന്ന സാമ്പത്തിക വർഷം ഒഴികെ 15 വർഷമാണ് പദ്ധതി കാലാവധി. കൂടാതെ PPF അക്കൗണ്ട് കാലാവധി പൂർത്തിയാക്കുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പണം കൈപ്പറ്റാവുന്നതാണ്. അതല്ലെങ്കിൽ അക്കൗണ്ടിൽ തന്നെ പണം സൂക്ഷിക്കാം. കാലാവധി പൂർത്തിയാകുന്ന തുക അക്കൗണ്ടിൽ തന്നെ വെച്ചാലും പലിശ നേടാൻ സാധിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണ പിൻവലിക്കാം. കാലാവധി പൂർത്തിയാകുന്നതിന്റെ ഒരു വർഷത്തിനുള്ളിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു എക്സ്റ്റൻഷൻ ഫോം സമർപ്പിച്ചുകൊണ്ട് PPF അക്കൗണ്ട് മറ്റൊരു 5 വർഷത്തേക്ക് കൂടി നീട്ടാവുന്ന ഓപ്ഷനുമുണ്ട്. പ്രതിമാസം 8000 രൂപ നിക്ഷേപിച്ചാൽ 15 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആകെ നിക്ഷേപ തുക 14,40,000 രൂപയായിരിക്കും. ഈ കാലയളവിൽ ലഭിക്കുന്ന ഏകദേശ പലിശ 11,63,654 രൂപയാണ്. കാലാവധി പൂർത്തിയാകുമ്പോൾ പലിശയടക്കം 26,03,654 രൂപ കയ്യിൽ കിട്ടും. പ്രതിമാസം 8000 രൂപ നിക്ഷേപിച്ചാൽ 20 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആകെ നിക്ഷേപ തുക 19,20,000 രൂപയായിരിക്കും. ഈ കാലയളവിൽ ലഭിക്കുന്ന ഏകദേശ പലിശ 23,41,304 രൂപയും കാലാവധി പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന തുക 42,61,304 രൂപയുമായിരിക്കും. അതുപോലെ പ്രതിമാസം 8000 രൂപ നിക്ഷേപിച്ചാൽ 25 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആകെ നിക്ഷേപ തുക 24 ലക്ഷം രൂപയായിരിക്കും. ഈ കാലയളവിൽ ലഭിക്കുന്ന ഏകദേശ പലിശ 41,97,130 രൂപയും കാലാവധി പൂർത്തിയാകുമ്പോൾ 65,97,130 രൂപയും കയ്യിൽ കിട്ടും.